ശ്രീ എ സജീവൻ, ഇവിടെ ഇപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ മത്സരം നേരിടേണ്ടി വന്നു. പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർ കുറവായിട്ടും പക്ഷേ ജനവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരുന്നു. അതിന് അദ്ദേഹം വലിയ വിട്ടുവീഴ്ചകൾ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അദ്ദേഹം മുന്നോട്ട് വെച്ച പല പേരുകളും വെട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വി ടി ബൽറാമിന് വേണ്ടി അവസാന നിമിഷം വരെയും ശ്രമം തുടർന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതുണ്ടായില്ല. വി ടി ബൽറാം അവസാനം തൃത്താലയുടെ MLA ആയി തുടരുമെന്ന് ഏറ്റവും ആദ്യം ഒരു പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം നടത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. ആഭ്യന്തരമന്ത്രി പദവി വകുപ്പ്, ആ വകുപ്പിന് വേണ്ടി വി ഡി സതീശൻ ആദ്യം ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ കൂട്ടായ്മയ്ക്ക് വേണ്ടി അദ്ദേഹം അതിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതൊരു ടീമായി പോകാനുള്ള ഈ വിട്ടുവീഴ്ച അത് ഗുണം ചെയ്യുമെന്നാണോ താങ്കൾ കരുതുന്നത്? അതോ കൂട്ടുത്തരവാദിത്തം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇത് നയിക്കുമോ? ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു നല്ല ടീമാണോ? അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മെറിറ്റ് ആണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കളുടെ ചോദ്യത്തിൽ ആദ്യത്തെ കാര്യം, എങ്ങനെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി എന്ന് വെച്ച് തുടങ്ങേണ്ടതുണ്ട്. കാരണം താങ്കൾ പറഞ്ഞ ജനവികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ജനവികാരം ഉയർത്തിവിടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ വലിയ പരിശ്രമം നടത്തിയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അതിനോട് കടുത്ത വിയോജിപ്പാണ്, കടുത്ത എതിർപ്പാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ലീഗിന്റെ സമ്മർദ്ദം, താങ്കൾ പറഞ്ഞ ഒരു അടുത്ത കാര്യം, ലീഗിന്റെ സമ്മർദ്ദം അത് ശക്തമായിട്ട് ഉണ്ടായിരുന്നു. ലീഗുകാര് എന്തൊക്കെ തരം, ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുതൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെല്ലാം തരത്തിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലൊക്കെ ഭീഷണിയുടെ സ്വരത്തിൽ കോൺഗ്രസ് അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ, ഞങ്ങളുടെ കാര്യം പിന്നീട് തീരുമാനിക്കാം എന്ന രീതിയിലേക്ക് വരെ ലീഗ് പറയുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോ അതൊക്കെ വെച്ചുകൊണ്ടാണ്, കാരണം രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ അടുത്ത തവണ വയനാട്ടിൽ മത്സരിക്കണമെങ്കിൽ അതുപോലും സമ്മതിക്കില്ല, നിങ്ങൾ ഇവിടുന്ന് ജയിച്ചു പോവില്ല, വയനാടിനെ അമേഠിയാക്കും എന്ന ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഭീഷണിക്ക് വഴങ്ങാതിരിക്കാൻ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ കഴിയില്ല. അതുകൊണ്ടാണ് അവരേറ്റവും പ്രിയപ്പെട്ട അനുയായിയായിട്ടുള്ള, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിട്ടുള്ള KC വേണുഗോപാലിനെ അവർക്ക് അവസാന നിമിഷം തഴയേണ്ടി വന്നത്. അപ്പൊ അത് ആ രീതിയിൽ ലീഗിന്റെ കൂടി പിൻബലത്തോട് കൂടിയിട്ടാണ് വി ഡി സതീശൻ അങ്ങനെ ആയത്. അപ്പൊ ആ സമയത്ത് പക്ഷെ അപ്പോഴേ ഉണ്ടായിരുന്ന കാര്യം, വി ഡി സതീശനെ കയറൂരി വിടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ആവട്ടെ ഇനി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന രീതിയിലേക്ക് ഹൈക്കമാൻഡ് പോയില്ല. കാരണം മറ്റു രണ്ടുപേരും പ്രബലരാണ്, മറ്റു രണ്ടുപേർക്കും ജനസ്വാധീനമുണ്ട്, മറ്റു രണ്ടുപേരിൽ നല്ലൊരു ശതമാനം MLA-മാരെ പിന്തുണയുള്ള ആള്, പ്രത്യേകിച്ച് KC വേണുഗോപാൽ. ഉള്ള 63 പേരിൽ നല്ല ഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാലിനൊപ്പമായിരുന്നു എന്ന് ദീപാദാസ് മുൻഷി പരസ്യമായി പിന്നീട് പറഞ്ഞല്ലോ. അപ്പോ അത് നമ്മുടെ സ്പെക്കുലേഷൻ അല്ല, അത് അവർ പറഞ്ഞ കാര്യം കൂടിയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരിക്കെ അവരെ തടയാൻ ശ്രമിക്കില്ല. മാത്രമല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ ആ സമയത്തുണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് KC വേണുഗോപാൽ മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ആളുകളെ ഞാൻ പറയുന്ന MLA-മാരെ മന്ത്രിമാരാക്കണമെന്ന് KC വേണുഗോപാലിന്റെ വാദമുണ്ടായത്. അത് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വി ഡി സതീശന്റെ ഒരു കാര്യം. രണ്ടാമത് ഈ രമേശ് ചെന്നിത്തല വളരെ ചെറുപ്പത്തിൽ മന്ത്രിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം വളരെ സീനിയറാണ്. ഈ വി ഡി സതീശന്റെ രാഷ്ട്രീയ ഗുരു എന്ന് പോലും പറയാൻ പറ്റുന്ന ഒരാളാണ്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് നേരത്തെ തന്നെ കൈകാര്യം വഹിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സാമൂഹ്യ വികസനം അങ്ങനെയുള്ള വകുപ്പുകൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും അടങ്ങില്ല. അപ്പൊ അദ്ദേഹത്തെ സംതൃപ്തിപ്പെടുത്തേണ്ട ഹൈക്കമാൻഡിന്റെ താല്പര്യമാണ്. അപ്പൊ ഹൈക്കമാൻഡ് ഈ നിർദ്ദേശത്തിന് സതീശന്റെ സ്ഥാനം കിട്ടിയതുകൊണ്ട് തൃപ്തനായിരുന്നു. അപ്പൊ പിന്നെ ബാക്കിയുള്ള ആൾക്ക് വേണ്ടി ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ്. സതീശൻ എന്തായാലും അദ്ദേഹം ആഗ്രഹിച്ചത് എനിക്ക് മുഖ്യമന്ത്രി ആവണം എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് കിട്ടി. ബാക്കിയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ട, അവർക്ക് ആകാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നു, ഞങ്ങൾ അത്ര വിഡ്ഢികളല്ല എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അവരങ്ങനെ ആ രീതിയിൽ എടുക്കുന്നു. പക്ഷെ അതുണ്ടാക്കുന്നൊരു പ്രശ്നം, സ്വാഭാവികമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ തർക്കം, ഈ സതീശൻ ഇനിയാണ് മെയ്വഴക്കം കാണിക്കേണ്ടത്. ഇതുവരെയുള്ള രീതിയിൽ പോയിട്ട് കാര്യമില്ല. കാരണം ഈ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന മന്ത്രിമാര്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മറുപുറത്ത് അപ്പുറം ഉണ്ട്, ഇവരെയൊക്കെ പിണക്കുന്ന രൂപത്തിലോ
ഇവരുടെ വകുപ്പുകളിലൊക്കെ ഇടപെടുന്ന രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ സ്പർദ്ധയിലേക്ക് പോകും. അത് പോവാതിരിക്കുക എന്നുള്ളതാണ് വി.ഡി. സതീശൻ ശ്രമിക്കേണ്ട കാര്യം. അതിന് അദ്ദേഹത്തിന് കഴിയുമായിരിക്കും. കാരണം ഈ തരത്തിൽ അദ്ദേഹത്തിന് പോലും അറിയാമല്ലോ, തന്നെ താൻ മുഖ്യമന്ത്രിയായത് താൻ മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യൻ എന്ന് ഹൈക്കമാൻഡിന് തോന്നിയത് കൊണ്ടല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല ലീഗിന്റെ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രം. പക്ഷേ ഒരു വകുപ്പ് ഒരു മന്ത്രിക്ക് കൊടുത്ത് ആഭ്യന്തരം, വിജിലൻസ്, ഇതെല്ലാം രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുമ്പോൾ അതിലിടപെടുന്ന രൂപത്തിൽ ഇപ്പൊ ലീഗുകാർക്ക് എന്ന് പറയാൻ പറ്റുമോ? ലീഗുകാരുടെ വകുപ്പല്ലല്ലോ രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ ഇടപെടാതെ പോയാൽ അത് വളരെ നന്നായിട്ട് ഈ വലിയ തട്ടുകേട് കൂടെ നന്നായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല, തട്ടുകേട് കൂടാതെ ഈ സർക്കാരിന് 5 വർഷം തേക്കാൻ പറ്റും, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കും. ശരി, പ്രശ്നങ്ങളില്ലാതെ പോകാൻ കഴിയുന്ന സാഹചര്യം എത്രമാത്രം, അതാണ്. ഒപ്പം വി.ഡി. സതീശന് മുന്നിലുള്ള നിരവധിയായ വെല്ലുവിളികളുണ്ട്. അതിലേക്ക് കൂടി നമുക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.